എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോ നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ അല്ലെ? അപ്പൊ നോക്കട്ടെ, വളരെ ബുദ്ധിമുട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല, ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ. ഒരു ടൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല, സിമ്പിൾ ആണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ മോഡുലസ് എക്സ് പ്ലസ് 1. രണ്ടാമത്തെ ചോദ്യം -1 ആൻഡ് റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. വളരെ സിമ്പിൾ ആട്ടോ, നമുക്ക് നോക്കട്ടെ ടക്കടക്കെന്ന്. നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സ് പ്ലസ് 1 -1 ആണ്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതണം, ഇതിന്റെ ഗ്രാഫും വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളിത് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് എക്സ് ആക്സിസ് വൈ ആക്സിസ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഏതാ മക്കളെ? എഫ് ഓഫ് എക്സ് തന്നെയാണ് നമ്മുടെ വൈ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇനി എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക, എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 0 + 1 എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? 1. 1 - 1 ആരാണ്? 0. ഇത് നമ്മൾ 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 + 1 ആരാണ്? 2. 2 - 1 ആരാണ്? 1. ഇനി 2 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 + 1 ആരാണ്? 3. 3 - 1 ആരാണ്? 2. ഇനി നമ്മൾ ഇതിട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക. 3 ഇട്ട് കൊടുക്കുക. 3 + 1 ആരാണ്? നമ്മുടെ 4. 4 - 1 ആരാണ്? നമ്മുടെ 3. ഓക്കെ അല്ലെ? അപ്പൊ അത് കിട്ടി. ഇത് നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു -1 ഇട്ട് കൊടുക്കുക. -1 + 1 എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? നമ്മുടെ 0 ആണ്. 0യിൽ നിന്ന് 1 കുറച്ചാൽ -1 ആണ്. ഇതിനടുത്ത് നമ്മൾ ഒരു -2 ഇട്ട് കൊടുക്കുക. -2 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തൊരു മക്കളെ? -2 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? ഉള്ളില് -1 ആണ്. ഓക്കെ അല്ലെ? അതായത് -2 + 1 എന്ന് പറഞ്ഞാൽ ഉള്ളില് -1 ആണ്. -1 മോഡുലസിന് പുറത്തേക്കാകുമ്പോ എന്തായാലും മക്കളെ +1 ആയി. 1 - 1 ആരാണ്? 0 ആണ്. ഇതിനടുത്തൊരു -3 കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു -3 ഇട്ട് കൊടുത്താൽ -3 + 1 എന്ന് പറഞ്ഞാൽ -2 ആണ്. മോഡുലസ് എടുക്കുമ്പോൾ 2 ആവും. 2 - 1 ആരാണ് മക്കളെ? 1 ആണ്. കുഴപ്പമില്ലേ? വേണമെങ്കിൽ -4 കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്തേക്കാം. -4 ഇട്ട് കൊടുത്താൽ -4 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എക്സാം കളിക്കാം. -4 + 1 എന്ന് പറഞ്ഞാൽ -3. അതിന്റെ മോഡുലസ് എടുത്താൽ 3. 3 - 1 ആരാണ്? നമ്മുടെ 2. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് മക്കളെ. ഇത് സിമ്പിൾ പരിപാടിയാണ്. നോക്കിയോടെ ഗ്രാഫ് വരയ്ക്കണോ? നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കുക. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. ഇനി എക്സിന് നമുക്ക് -4 ഉണ്ട് കേട്ടോ. അപ്പൊ 0 1 2 3 4 -1 -2 -3 ഒരു -4 ഒക്കെ വരച്ചിട്ടുണ്ട്. വൈക്ക് നമുക്ക് 1 2 ഒരു 3 ഒരു 4 ഒരു -1 -2 -3 ഒക്കെ എടുക്കട്ടെ. എക്സ് ആക്സിസ് നമ്മുടെ വൈ ആക്സിസ്, ഇത് എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് 0 0 0 0 നമ്മുടെ ഒറിജിൻ ആണ് ഇത്. ഇനി 1 1 1 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിന് 1 വൈക്ക് 1, ഈ പോയിന്റ് ആണ്. ഇനി 2 2 2 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് 2 2. ഇതിനടുത്ത് 3 3 3 3 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ 3 3. ഇതിനടുത്തത് -2 ഇട്ട് കൊടുത്തപ്പോ സോറി -1 ല് -1 -1 ല് നമ്മുടെ -1 ല് -1 ല് നമ്മുടെ -1. ഇനി -2 ല് 0 -2 ല് 0. -3 ല് 1 -3 ല് 1. ഇനി -4 ല് 2 -4 ല് 2. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വെപ്പിക്കാം. ചോപ്പ പാനലോട് കൂട്ടി വെപ്പിക്കാം. ഇത് കൂട്ടി വെപ്പിച്ചു. അപ്പൊ ഒരു V പോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് വരും. നമുക്കറിയാം ഈ മോഡുലസ് ഫംഗ്ഷന്റെ ഹൈലൈറ്റ് ആണ് ഒരു V പോലത്തെ ഗ്രാഫ്. അപ്പൊ ഒരു V പോലത്തെ ഗ്രാഫ് നമുക്ക് വന്നു. ഇത്രയുള്ള നമ്മുടെ പരിപാടി. ഓക്കെയല്ലേ മക്കളെ? ഇനി ഇവന്റെ ഡൊമൈനും റേഞ്ചും എത്തണം. ഡൊമൈൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് മക്കളെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിന് പറഞ്ഞ പേരാണ് നമ്മുടെ ഡൊമൈൻ. ഇവിടെ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റാതായിട്ട് ആരും ഇല്ല. അപ്പൊ 6 വേണമെങ്കിൽ ഇടാം അല്ലെ? അപ്പൊ 6 വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ ആരാണ് മക്കളെ? നമ്മുടെ 6. ഇത് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സിന് ഇടുമ്പോ വൈക്ക് കിട്ടുന്നതാണ് നമ്മുടെ റേഞ്ച്. വൈക്ക് കിട്ടുന്നത് ഇവിടെ ആരാണ് മക്കളെ? വൈക്ക് നമുക്ക് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആരാണ് മക്കളെ? നമുക്കറിയാം മോഡുലസിന് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആരാണ്? 0 ആണ്. അപ്പൊ 0 - 1 ആണ്. 0 - 1 -1 ആണ് വരാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ. അപ്പൊ ഏറ്റവും ചെറിയ വാല്യൂ നമ്മുടെ ആദ്യം എഴുതാം. ഇനി വരാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +∞. ഇൻഫിനിറ്റി വന്നപ്പോൾ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇടണം. ഇത്രയുള്ള നമ്മുടെ പരിപാടി. ഡൊമൈൻ റേഞ്ചും പുഷ്പം പോലെ കിട്ടി. സംശയമില്ല മക്കളെ? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടാ. നല്ലൊരു ചോദ്യമായിരുന്നു കേട്ടോ.
ഓക്കെ അല്ല? അപ്പൊ ബൈ ട്ടാ.